ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിഠായി മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ തസ്നി പറഞ്ഞു, ഇന്ന് എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ട്, നമുക്ക് ഒപ്പം പോയി മിഠായിയൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളങ്ങനെ ഒപ്പം ഇറങ്ങി. അവളെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ മോളുടെ സ്കൂളിലേക്കൊന്ന് പോകാണ്ടായിരുന്നു ഫീസ് അടയ്ക്കാൻ. ഇങ്ങനെ സ്കൂളിൽ പോയി ഫീസൊക്കെ അടച്ച് വീണ്ടും ഞങ്ങൾ മിഠായിൻ്റെ ഷോപ്പിലേക്ക് പോയി. ഒറ്റപ്പാലം പോയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് മിഠായി, ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ചോക്ലേറ്റും ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറായിരുന്നു, ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ബോൾസ് ചോക്ലേറ്റ് ഇതിനായിട്ടായിരുന്നു ഞാൻ ഒറ്റപ്പാലം മെയിനായിട്ട് വന്നത്. നമ്മളടുത്തൊന്നും കിട്ടില്ല. അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്, പിന്നെ ബോൾസ് ചോക്ലേറ്റ്, ഡയറി മിൽക്ക്, ഈ ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ട്. സാധാരണ ഈ KG ചോക്ലേറ്റ് ഉള്ളിലിട്ടിട്ട് മേലെ ഈ ബോൾസ് വെച്ചിട്ട് ഫില്ല് ചെയ്യലാണ് പതിവ്. അപ്പോൾ കസ്റ്റമർ ഈ പ്രാവശ്യം പറഞ്ഞു, ഈ സാധാ ചോക്ലേറ്റും അതിന് മേലെ ഒരു ലെയർ ഡയറി മിൽക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ ബോൾസ് ചോക്ലേറ്റ് വെക്കാൻ പറ്റുമോ ചോദിച്ചു. ഓക്കെ, നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഒരു ലെയർ നമ്മൾ അതിന് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തെർമാക്കോളിലാണ് ആ ചോക്ലേറ്റ് ഒട്ടിച്ചിട്ടുള്ളത്. അത് ഒട്ടിച്ച ശേഷം അതിൽ വെച്ച് അതിൻ്റെ മേലെയാണ് ഈ ബോൾസ് വെക്കാൻ ഭയങ്കര പണിയാട്ടോ. നമ്മൾ സാധാ ഈ ടാപ്പിലൊന്നും നിൽക്കില്ല, അത് ഉരുണ്ട് പോകും. അപ്പോൾ ഇത് കുറച്ചും കൂടി ഗമ്മ് കൂടുതലുള്ളൊരു ടാപ്പാണ്. അപ്പോൾ ഞാൻ ഓരോ ബോൾസ് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ചെറിയ പീസായിട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടക്കില്ല, കാരണം 50-60 ചോക്ലേറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിലുണ്ട് ചോക്ലേറ്റ്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കട്ട് ചെയ്ത് ഒട്ടിക്കുമ്പോൾ സമയം ഒരുപാട് പോകും. അപ്പോൾ വീണ്ടും ഞാൻ ടാപ്പ് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ട് ഓരോന്നായിട്ട് അതിൻ്റെ ഗമ്മ് ചെയ്ത് കൊടുത്തു. പിന്നെ ഉള്ളിലായിട്ട് ഗോൾഡൻ കളർ ചോക്ലേറ്റും വെച്ച് കൊടുത്തു. ഈ ഹാമ്പർ സെറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ് ഈ കവർ ചെയ്യൽ. ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കവർ ചെയ്യാൻ എളുപ്പമാണ്. ഒറ്റയ്ക്ക് കവർ ചെയ്യൽ ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നും. അപ്പം അങ്ങനെ അത് കവർ ചെയ്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ കസ്റ്റമർ വന്ന് മേടിക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 മണിക്ക് വരാമെന്ന് പറഞ്ഞു. ഞാനൊരു 2:45 തന്നെ ഞങ്ങളെ വീടിൻ്റെ ആ റോട്ടിൽ കനാലിൻ്റെ അവിടെ പോയി നിന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അവരെ കാണാനില്ല. പിന്നെ അവർ പറഞ്ഞു കുറച്ച് ഇങ്ങോട്ട് വരുമോ, ഞങ്ങളിവിടെ വണ്ടി നിർത്തി. പിന്നെ ഞാനത് അവിടെ കൊണ്ടുപോയി കൊടുത്തു. അപ്പം തന്നെ ഒരു ബാലൻസ് ക്യാഷൊക്കെ ഗൂഗിൾ പേ ചെയ്ത് തന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.